ഹലോ സുഹൃത്തുക്കളെ, നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. എല്ലാവരും സഹകരിക്കുമല്ലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ഏകദേശം 1 കിലോയോളം വരുന്ന ചിക്കൻ പൊരിക്കാൻ നമ്മൾ തയ്യാറാക്കി വെച്ചതാണ്. പൊരിക്കാൻ ആവശ്യമായിട്ട് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യമായ ഉപ്പ്, കുരുമുളക് പൊടി, കശ്മീരി ചില്ലി, മുളക്, ചിക്കൻ മസാല. അത് 10-15 മിനിറ്റോളം മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായതാണ്. ബിരിയാണിയിലേക്ക് ഇറക്കാം, മസാലയിലേക്ക് ഇറക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 4 വലിയ സവാള ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ്. എത്രമാത്രം കനം കുറഞ്ഞ് അരിയുമോ അത്രമാത്രം മസാല നന്നായിരിക്കും. ഇത് ഓൾറെഡി ഒരുപാട് പേര് പറഞ്ഞതാണ്, എങ്കിലും ഞാനും കൂടി പറയാം. 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യമായ തൈര്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടിച്ച് വെച്ചത്. പിന്നെ ചോറ് വെക്കുമ്പോൾ ആവശ്യത്തിന് സവാള വഴഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇപ്പുറത്തെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ പൊരിക്കാൻ പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നായി പൊരിച്ചെടുക്കാം. ബീഫ് ഫ്രൈ ഒന്നും വേണ്ട. ചിക്കൻ പൊരിയട്ടെ. അതിലേക്ക് നമുക്ക് സവാള വഴറ്റി വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ ഇടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഈ വഴറ്റി വന്ന സവാളയിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഓൾറെഡി നമ്മൾ ചിക്കൻ പൊരിച്ചത് രണ്ടും ചേർത്തിട്ടുണ്ട്. ഇതിനനുസരിച്ച് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല. മസാലകളിൽ നിന്ന് തക്കാളി ചേർക്കാം. ലാസ്റ്റായിട്ടാണ് തക്കാളി ചേർക്കുന്നത്. നമ്മൾ ശരിക്കും വഴറ്റിയെടുക്കുക. ചിക്കൻ പൊരിച്ചതിന് ഉപ്പുണ്ട്. സവാള വഴറ്റുമ്പോൾ ആവശ്യമായ ഉപ്പ് നോക്കി വേണം ഉപ്പ് ചേർക്കാം. ചിക്കൻ ഒരുപാടായിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ ഇതാണ് എൻ്റെ അളവ് 4. ഈ ഗ്ലാസ്സിൽ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ചോറ് അധികം വേവത്തുമില്ല. ഒരു ചോറ് ഒട്ടത്തുമില്ല. വന്ന വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ചോറിന് അരിയിടാം. അരിയിട്ട് നന്നായി തിളക്കട്ടെ. ഫസ്റ്റ് ഇത് 2-3 തവണ 5 മിനിറ്റത്തേക്ക് നന്നായിട്ട് സ്റ്റീമിൽ തന്നെ വെക്കുക. ചിക്കൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം.
ചെയ്ത് വെച്ച ക്യാരറ്റ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ. മസാലയിൽ ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചോറ് സിമ്മിലിട്ടിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാനില്ല. നല്ലതായിട്ട് നമുക്ക് ദമ്മിലേക്ക് പോകാം. ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ട് വന്നിട്ടുണ്ട്. ചോറ് നോക്കി ചോറ് ഒട്ടാതെ കണക്ക് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിലേക്ക് കിടക്കാം. നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ട് വന്നത് ഞാൻ സിമ്മിൽ തന്നെ നേരത്തെ ഇത് സിമ്മിൽ തന്നെയാണ് ഉള്ളത്. മസാല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിലേക്ക് മാറ്റാം. ഓക്കെ, ചോറ് ഞാൻ 2 പാത്രങ്ങളിലാക്കി മാറ്റിയിട്ടുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട്. നമുക്കിനി ലെയറായിട്ട് ദമ്മിടാം. നമുക്ക് മസാല എടുത്തിട്ട് ചോറിലേക്ക് ഇടാം. ആദ്യത്തെ ലെയറാണിത്. ചേർത്ത് കൊടുക്കാം. ദമ്മാക്കി കഴിഞ്ഞു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊസീജിയർ അത് തന്നെയാണ്. ഫസ്റ്റ് ചോറ്, പിന്നെ മസാല, പിന്നെ ചോറ്, മസാല, ലാസ്റ്റ് ഒന്ന് ഞാൻ ഒഴിച്ചിട്ട് പിന്നെ ആക്കിയതാണ്. ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ലാസ്റ്റത്തിൽ സോഫ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില, നമുക്ക് അടുപ്പിൽ സിമ്മിൽ കത്തിക്കാം. സിമ്മായിരിക്കണം. ഞാൻ സിമ്മാക്കിയിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ 5 സെക്കൻഡോളം ക്ലോസ് ചെയ്ത് വെക്കാം. തമ്മിലൊന്നെല്ലാം കൂടി മിക്സ് ആവട്ടെ. എന്താ പറയുക, ഞാൻ പ്രൊഫഷണലായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. ഇതിലും ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. എന്നാലും എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എരിവൊക്കെ ഞാൻ അത്രയും ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ലാതിരിക്കില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഒരറിവും ചെറുതല്ല. എല്ലാവരുടെ അഭിപ്രായങ്ങളും ഞാൻ മാനിക്കുന്നതാണ്. ഓരോ തെറ്റിൽ നിന്നല്ലേ നമ്മൾ ശരിയിലെത്തുക. അതുപോലെ ഇതും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. നിങ്ങളിത് നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ എവ്രി വൺ.